ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓണം ഡിസൈൻ ആയിട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കട്ട് ബീഡ്സ് വേണം. അതേപോലെ തന്നെ കുറച്ച് ബീഡ്സ്, അത് റൗണ്ട് ബീഡ്സുകൾ വേണം, ഗോൾഡൻ കളർ തന്നെ. അപ്പോൾ ഈ 2 ബീഡ്സുകൾ മാത്രം മതി നമുക്ക് ഈ ഡിസൈൻ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ നോർമൽ മെഷീൻ ത്രെഡും നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിട്ടുള്ളത്. ടിഷ്യൂൻ്റെ ഫാബ്രിക്കുമാണ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് പാറ്റേൺ വരയ്ക്കേണ്ടത് എന്നൊക്കെയുള്ളത്. ആദ്യം നമ്മൾ നെക്ക് മാർക്കൊക്കെ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, നെക്കിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള താഴേക്ക് ലൈൻസ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങ് സ്കെയിൽ വെച്ചിട്ട് അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുമല്ല നമ്മളപ്പോൾ അവിടെ ചെയ്യുന്നത്. നമ്മൾ സ്കെയിലിൽ ഒരു 5 മെഷർ എടുത്തിട്ട് നമ്മൾ ഓരോ ലൈൻസും 5ൽ വരച്ച് എടുക്കുക. ഓരോ മെഷർ അളവനുസരിച്ചിട്ട് 5 ഇഞ്ചിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ലൈൻ വരുമ്പോൾ ആദ്യം ചെയ്ത ലൈനേക്കാളും ചെറിയ ലൈൻസ് ആയിരിക്കും വരുന്നത്. പക്ഷേ അത് 5ൽ തന്നെ നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത 3ാമത്തെ ലൈൻ വരുമ്പോൾ അതിനേക്കാളിലും കുറച്ചും കൂടെ വലിപ്പം, അടുത്തത് വരുമ്പോൾ അതിനേക്കാളിലും കുറച്ച് വലിപ്പത്തിലുള്ളത്, അല്ലെങ്കിൽ നീളം കുറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത്. നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഈ ഒരു ഡിസൈൻ മേലോട്ട് വന്നിട്ടില്ല. നമുക്ക് ഓൺലി ചെസ്റ്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. ചെസ്റ്റിൻ്റെ പോർഷൻ മാത്രമാണ് വന്നിട്ടുള്ളത്. ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു ഡിസൈൻ പോകരുത്. ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ചെസ്റ്റിൻ്റെ ഭാഗത്ത് മാത്രം, ചെസ്റ്റ് എവിടെ വരെ നിങ്ങൾക്ക് വരുന്നുണ്ടോ, നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത് ചെസ്റ്റൊക്കെ അളവ് എടുക്കുമല്ലോ. അപ്പോൾ ആ ചെസ്റ്റ് എവിടെ വരെ വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ലൈൻസൊക്കെ വരച്ചിട്ട് ഈ ലീഫും ഒക്കെ വരച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പാറ്റേൺ. ഞാനിപ്പോൾ ഈ ഒരു മെറ്റീരിയലിലേക്ക് നമുക്ക് ഈ ഒരു വൈറ്റ് പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, തെളിഞ്ഞ് കാണത്തില്ല. അതിന് പകരം ഞാൻ നമ്മുടെ സാധാരണ പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല. വൈറ്റ് പെൻസിൽ അപ്സരയുടെ ആണ് കേട്ടോ, ഗ്ലാസ് മാർക്കർ പെൻസിലാണ്. എല്ലാ ടൈലറിങ് ഷോപ്പിലും ബുക്ക് സ്റ്റോളിലും ഒക്കെ അവൈലബിളായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സ്കെയിലിൽ ഞാനൊരു 4 അല്ലെങ്കിൽ 5, എത്രയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ അവിടെ ഒരു 4 ഇഞ്ച് വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് താഴേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് അങ്ങ് വരണ്ട. നമുക്ക് ലൈൻസ് നമുക്കൊരു 13 ഇഞ്ചിൽ സ്റ്റോപ്പ് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഷോൾഡർ ടു യോക്കിൻ്റെ അവിടെ വരാൻ 13 ഇഞ്ച് വരെയും വരുന്ന ഭാഗം വരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം ആ ലൈൻസ് വരച്ച് ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ 2 ലൈൻസും തമ്മിലുള്ളൊരു അകലമെന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. സ്കെയിലിനകത്ത് 1 അല്ലെങ്കിൽ 2 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് കൊടുക്കാം. സ്കെയിലിൽ തന്നെ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മെഷറിങ് ടേപ്പിലാണ് ചെയ്യേണ്ടതെങ്കിൽ മെഷറിങ് ടേപ്പിൽ അളവെടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അടുത്ത ലൈൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ലൈൻസിൻ്റെ ഒരേ അളവിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോൾ ചെയ്താലും മുകളിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണേ, കാരണം നമുക്കവിടെ ലീഫ് വരാനുണ്ട്, ലീഫും പിന്നെ ഒരു ബീഡ്സ് വർക്കൊക്കെ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഇനി ഞാനവിടെ ലീഫ് വരച്ച് കൊടുക്കുവാണ് കേട്ടോ. ഇതേപോലെ മുകളിലേക്ക് ഒരു ലീഫ് വരച്ച് കൊടുത്തു, താഴെ 2 സൈഡിലും, പിന്നെ അതിന് തൊട്ട് താഴെ 2 സൈഡിലും, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ 2 സൈഡിലും, അങ്ങനെ ഒരു 3 ഭാഗത്തായിട്ടാണ് നമുക്ക് ലീഫ് വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത ലൈൻസും കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് വലിയ വർക്കൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഡിസൈൻ. ഇപ്രാവശ്യം ഓണത്തിന് ആരും പുതിയതൊന്നും എടുക്കണ്ട. ഇതുപോലെ ടിഷ്യൂൻ്റെ ഫാബ്രിക്കൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ട് ഇടാൻ നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്റ്റെമ്മൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓരോ കട്ട് ബീഡ്സായിട്ട് ബാക്ക് സ്റ്റിച്ചിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ഡിസൈനായിട്ടോ, പെട്ടെന്ന് ചെയ്യാം, ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനായിട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ ഓരോ കട്ട് ബീഡ്സുകളും നമുക്ക് ആ ഒരു ലൈനിൽ ഫില്ല് ചെയ്യാം. ഇപ്പോൾ ടിഷ്യൂൻ്റെ ഫാബ്രിക്കിൽ 2 കളേഴ്സ് ഫാബ്രിക് അവൈലബിളായിട്ട് കിട്ടും മാർക്കറ്റിൽ. അപ്പോൾ എൻ്റെ ഷോപ്പിലൊക്കെ 2 കളറുണ്ട്. അപ്പോൾ ആ ഒരു ക്രീമി കളറുണ്ട്, പിന്നെ ഒരു യെല്ലോയും കൂടെ മിക്സിങ്, അതായത് ഗോൾഡൻ കളറും കൂടെ മിക്സിങ് ആയിട്ടുള്ള ഒരു കളറും കൂടെ അവൈലബിൾ ആണ് കേട്ടോ.
അപ്പം അങ്ങനെയുള്ള അത് ഡാർക്ക് ഗോൾഡൻ കളറിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബീഡ്സ് വർക്ക് അത്ര ഭംഗി ഉണ്ടാവത്തില്ല. ഈ ഒരു ക്രീമി കളറിലെ ടിഷ്യൂൻ്റെ ഫാബ്രിക് ആയിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതിലാവുമ്പം നമുക്ക് ആ ഒരു ഗോൾഡൻ കളറ് ബീഡ്സൊക്കെ വരുമ്പം നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഡാർക്ക് ഒരു യെല്ലോ അറിയാമല്ലോ, ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ടിഷ്യൂവിൽ ഈ ഒരു ഗോൾഡൻ വർക്ക് അത്ര ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഇതുപോലെ ഗോൾഡൻ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അത് തിരഞ്ഞെടുക്കുക. അതിൽ ത്രെഡ് വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റേത് നമുക്ക് ഗോൾഡൻ ടിഷ്യൂ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ സ്റ്റെം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെമ്മും കൂടെ ഞാനൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ ലീഫ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ത്രെഡ്, ഞാൻ മുകളിൽ നിന്നുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3 ബീഡ്സ് എടുക്കുകയാണ് കേട്ടോ. 3 ബീഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മളൊരു കുഞ്ഞു കുഞ്ഞു ലീഫുകളാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 3 ബീഡ്സ് എടുത്തു. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് നീക്കിയിട്ട് നമ്മൾ നീഡിലും ത്രെഡും എടുത്തു. അതിനുശേഷം ഒരു 3 ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലാക്കിയിട്ട് പിൻ ചെയ്തു. വീണ്ടും മുകളിലേക്ക് എടുത്തിട്ട് ഒരു 3 ബീഡ്സ് എടുത്തു. ഇതേപോലെ ചെയ്തെടുത്തു. കണ്ടോ, നമുക്കൊരു കുഞ്ഞു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് താഴേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു 3 ബീഡ്സ് എടുത്തു. അതിന് ശേഷം കുറച്ച് മുകളിലേക്ക് നീക്കിയിട്ട് ത്രെഡ് എടുത്തു. വീണ്ടും ഒരു 3 ബീഡ്സ്, അങ്ങനെ മാറ്റി നമ്മൾ ആ ഒരു ലീഫ് ചെയ്തെടുക്കുക. ഭയങ്കര സിമ്പിളല്ലേ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തോ. അതുപോലെ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വർക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുത്തോ കേട്ടോ. നല്ല സൂപ്പർ വർക്കാണ്, സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ ഇത്. പിന്നെ സ്ലീവിലും ഇതുപോലെ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ലീഫുകളും ചെറിയ സ്റ്റെംസൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ലീഫുകൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ബീഡ്സായിട്ട് തന്നെ 3 ബീഡ്സ് എടുക്കുന്ന കേട്ടോ നല്ലത്. എന്നാൽ നമുക്ക് ചെറിയൊരു ലീഫ് കിട്ടത്തുള്ളൂ. നമുക്ക് ഈ ഒരു വർക്കിന് അതിൻ്റെ ആവശ്യമുള്ള ഒരു 3 ബീഡ്സ് വെച്ചിട്ട് മതി. നമ്മൾ കുറച്ചും കൂടെ വലിയ ലീഫൊക്കെ വരയ്ക്കണമെങ്കിൽ നമ്മളൊരു 4 അല്ലെങ്കിൽ 5 ബീഡ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഭാഗത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലീഫും സ്റ്റെമ്മും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടി അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇനിയിപ്പം ഞാൻ ഈ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. ആ ഗ്യാപ്പിൽ നമ്മളൊരു ബീഡ്, ഒരു ഗോൾഡൻ ബീഡ്സ്, റൗണ്ട് ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു ബീഡ് മാത്രം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നുമില്ല വർക്കുകൾ. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണം ഡിസൈൻ ആട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തും നമ്മൾക്ക് ലീഫും സ്റ്റെമ്മും ഒക്കെ ചെയ്ത് കൊടുത്ത് നമുക്ക് ഓണത്തിന് അടിപൊളിയായിട്ട് ഇടാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.